ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങുന്ന വീഡിയോ ആണ്. അപ്പോൾ സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ചില നമുക്ക് മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ബോറായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ളതും എന്നാൽ എലഗൻ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നൊരു BB ക്രീമാണ് കേട്ടോ. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബോറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മുഖം നന്നായിട്ടിരിക്കുകയും ചെയ്യും, എന്നാൽ മേക്കപ്പ് ഇട്ടതായിട്ട് തോന്നുകയും ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് BB ക്രീം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഡോട്ടായിട്ട് ഇട്ടിട്ട് പിന്നീട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ഡാബ് ചെയ്ത് നല്ലൊരു ഈവൻ ആവുന്ന രീതിയിൽ എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ BB ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ നല്ലൊരു ഫിനിഷിംഗ് ലുക്കാണ് തോന്നുന്നത് കേട്ടോ. അപ്പം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാത്തവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് ഐഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഐഷാഡോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. ഞാൻ ഒരുപാട് ഐഷാഡോസ് ഒന്നും അപ്ലൈ ചെയ്യുന്ന ആളല്ല, ചെറിയ രീതിയിൽ മാത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ന്യൂഡായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അത് രണ്ടിലും ഒന്ന് ഡാബ് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത നമുക്ക് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്യാറില്ല, കൈ കൊണ്ട് തന്നെയാണ് പൗഡറും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം എടുത്തപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി, കൊട്ടിക്കളയാനായിട്ട് ഞാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലായിടത്തും ഒന്നും പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മേക്കപ്പ് പോവാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ടും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം അങ്ങനെ ഇതുപോലെ ഞാൻ നെക്കിലും ഫേസിലും എല്ലായിടത്തും ഇതുപോലെ പൗഡർ അപ്ലൈ ചെയ്ത് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനോ കേട്ടോ. അപ്പോൾ ഞാൻ ഐബ്രോസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലൊന്ന് ഷേപ്പ് ആവുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ എനിക്ക് കണ്ണാടി ഇല്ലാഞ്ഞിട്ട് വളരെ ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കണ്ണാടി എടുത്തുകൊണ്ട് വന്നിട്ട് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്യാമറ കൂടെ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ നല്ല രീതിയിൽ ഷേപ്പ് ആവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പുരികം എത്രത്തോളം നന്നായിട്ടിരിക്കുന്നു, അപ്പോൾ അത് നമ്മുടെ ലുക്കിനെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പുരികം നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാറുണ്ട്. കണ്ണെഴുതി കൊടുക്കാൻ പോകാൻ കേട്ടോ. അപ്പം കണ്ണെഴുതിയതിന് ശേഷമാണ് ഞാൻ ഐലൈനർ അപ്ലൈ ചെയ്യുന്നത്. അപ്പം സാധാരണ നമ്മുടെ കൺമഷി ഉണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് രണ്ട് കണ്ണും ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഐലൈനർ അപ്ലൈ ചെയ്യാൻ പോകാൻ കേട്ടോ. ഞാൻ മുകളിലും താഴെയും ഐലൈനർ എഴുതാറുണ്ട്. ഞാൻ നേരത്തെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഐലൈനർ മുകളിൽ മാത്രം അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ രണ്ട് സൈഡിലും എഴുതുന്നത് കണ്ടിട്ട് പിന്നെ ഞാൻ എഴുതി പിന്നീട് എനിക്ക് മുകളിൽ മാത്രം എഴുതി താഴെ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്നെസ് ഒന്ന് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മുകളിലും താഴെയും ഐലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് മുകളിലും താഴെ രണ്ട് കണ്ണിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യാൻ പോകാനേ. അപ്പം ഞാൻ സാധാരണ രീതിയിൽ മസ്കാര അങ്ങനെ എപ്പോഴും ഒന്നും അപ്ലൈ ചെയ്യാറില്ല. അപ്ലൈ ചെയ്താൽ എനിക്ക് എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും എൻ്റെ കണ്ണിന് മേലെയും ഒക്കെ ആയിട്ട് പറ്റിപ്പിടിക്കും. പിന്നെ അറിയാതൊക്കെ എൻ്റെ കണ്ണിനകത്തേക്ക് ഇത് കൈ കൊണ്ട് ഇങ്ങനെ കുത്തി കയറും. അപ്പോൾ അതുകൊണ്ട് ഞാനെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആ മസ്കാരാസ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല. പിന്നെ ഓർക്കുവാണെങ്കിൽ മാത്രം വലിയ ഫങ്ഷൻസിനൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ മസ്കാര അപ്ലൈ ചെയ്യാറുള്ളൂ. പിന്നെ രണ്ട് കണ്ണിലും എന്താ പറയുക, വലിയ രീതിയിലുള്ള കൺപീലികളൊക്കെ വളരെ കുറവാണ്. എങ്കിലും ഞാൻ ഒരു വിധത്തിൽ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് മസ്കാര അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പം ലിപ്സ്റ്റിക്ക് ഇതുപോലുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ വരച്ച സമയത്ത് കുറച്ച് താഴേക്കായിപ്പോയി. അപ്പോൾ ഇനി ഒന്ന് മാറ്റിയൊന്ന് എഴുതട്ടെ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഫിംഗർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത്രയും ഭാഗം ഡാബ് ചെയ്തിട്ട് പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നോർമലി ഇപ്പോൾ എല്ലാവരും ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പുറത്ത് പോകാനായിട്ട് ഭയങ്കര ചമ്മലായിരുന്നല്ലോ. പിന്നെ ഇപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാടൊന്നും എടുക്കാറില്ല കേട്ടോ. ചെറിയ രീതിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ബാക്കി ഫിംഗർ ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് മുകൾ ഭാഗത്തും കുറച്ചൊന്ന് ഇതായിട്ടുണ്ട്. പിന്നെ ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെറിയൊരു പൊട്ടുകൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെയൊക്കെ ഞാൻ കുറച്ചുകൂടെ വലിയ വട്ടപ്പൊട്ടൊക്കെയായിരുന്നു ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ ചെറിയ പൊട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ്. ഇതൊരു ടോപ്പാണേ.
നെക്കിലും ഹാൻഡിലും വർക്ക് വരുന്ന ഒരു ഗോൾഡൻ വർക്ക് വരുന്നൊരു ഡ്രസ്സാണ്. അപ്പോൾ ഇനി നമുക്ക് ഹെയർ സ്റ്റൈലും കൂടി ചെയ്യാം. അപ്പോൾ ഹെയർ സ്റ്റൈൽ ഞാനൊരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സെൻട്രൽ പാർട്ടീഷൻ ചെയ്തിട്ട് കുറച്ച് മുടി ഇതുപോലെ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ട്വിസ്റ്റ് ചെയ്യുക, സ്ലൈഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്താ പറയുക, ഫൗണ്ടേഷൻസൊക്കെ യൂസ് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് വരുമ്പോൾ വളരെ ബോറായിട്ട് തോന്നുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പ് ലുക്കാണിത്. നമുക്ക് എൻ്റേത് ഒരു ഓയിലി സ്കിൻ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ BB ക്രീം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് BB ക്രീംസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെറിയ രീതിയിലുള്ള മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ ചെയ്തിട്ട് നമുക്ക് നല്ല എലഗൻ്റ് ലുക്കിലേക്ക് മാറാനായിട്ട് പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ലുക്കെന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അഥവാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയാം, കുഴപ്പമില്ല. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.